അപ്പൊ എല്ലാവരും കുറെ നാൾക്ക് ശേഷം കണ്ടതിലൊക്കെ ഭയങ്കര സന്തോഷം. എല്ലാവർക്കുള്ള പരിധി ഞാൻ വീഡിയോസ് നിർത്തി എന്നുള്ളതാണ്. അപ്പൊ അതേ പൂർവാധിക ശക്തിയോടെ ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്ന് അത്തം പ്രമാണിച്ച് നമുക്ക് കൈക്കുട്ടികളി മത്സരമൊക്കെ ഉണ്ട്. അത്തം വെളുത്ത ഓണം കറക്കുന്നാണല്ലോ, അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ പറയാം. അത് ഞാനും അമ്മയും കൂടിയിട്ട് മത്സരത്തിന് പോവാൻ ഞങ്ങൾ വണ്ടിയിൽ കയറിയപ്പോ തന്നെ അമ്മ കൈമ ചാന്തൊക്കെ തുടങ്ങി. ആകർഷ ഇത് പെണ്ണുങ്ങൾ കളിക്കുന്ന കളിയല്ല. ഇതിൽ പോയിട്ട് നീ എന്തിനാ കളിക്കണം? അങ്ങനെ ആണ് പെണ്ണൊന്നുമില്ല, എല്ലാം മുജിതരെ കളിയാണ്. പിന്നെ പെണ്ണുങ്ങളാണ് കളിക്കാന്ന് എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. എന്തായാലും നമുക്ക് മത്സരകളി കാണാം. നമ്മൾ വന്നിരിക്കുന്നത് താണിക്കുടത്താണ്. ഞാനമ്മ എല്ലാ മാസവും മുടങ്ങാണ്ട് ഇവിടെ തൊഴാനൊക്കെ വരും. എന്നപ്പോ തന്നെ നമുക്ക് പ്രദർശന കളിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും പിണ്ടി ഞങ്ങളുടെ കളി കഴിഞ്ഞപ്പോ തന്നെ മത്സരകളി എല്ലാം തുടങ്ങി. ഞാൻ ചെസ് നമ്പർ കൂത്തി നടക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന 8ാമത്തെ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഡാൻസ് കണ്ടാലോ. എടാ എനിക്കാണെങ്കിൽ കളി കഴിഞ്ഞപ്പോൾ ഈ തല കറങ്ങിയിട്ട് ഇത്ര നാള് കളിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ തലകറക്കും കാര്യങ്ങളൊക്കെ. അതിന്റെ ഇടയിൽ നമ്മൾ പൂജ മെസ്സിനൊക്കെ കണ്ടുകൂട്ടി. അങ്ങനെ നമ്മുടെ മത്സരകളി കഴിഞ്ഞു. ഈ ചേണ്ടവൊക്കെ ഫ്ലൂട്ടിൽ ഒരു അടിപൊളി പാട്ടൊക്കെ. എല്ലാവരും ഇനി വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കാര്യത്തിനാണ്, റിസൾട്ട് അറിയാം. അങ്ങനത്തെ ജഡ്ജസ് റിസൾട്ടും കാര്യങ്ങളൊക്കെ പറയാറായി. തന്നെ ബെസ്റ്റ് പെർഫോമറിനെയാണ് പ്രഖ്യാപിച്ചത്. അത് നമ്മുടെ ഇത് തന്നെ എടുത്തു. മിക്ക സ്ഥലത്ത് പോകുമ്പോഴും നമ്മുടെ ബെസ്റ്റ് പെർഫോമർ നമ്മുടെ ഇത് കുട്ടിയാണ്. ആൾക്ക് കിട്ടിയപ്പോ നമ്മളിത് ഡബിൾ ഹാപ്പി അല്ല ട്രിപ്പിൾ ഹാപ്പി ആയിട്ടുണ്ട്. പക്ഷെ ചില പോരായ്മകളാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡും തേർഡൊന്നും മേടിക്കാൻ പറ്റും. പക്ഷെ ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തളർന്നിട്ടില്ല. കുറെ പരിപാടികളുണ്ട്. നമ്മുടെ പോരായ്മകളൊക്കെ അടുത്തേല് തീർക്കും. പിന്നെ പൂമ്പാർക്കും വിഷമൊന്നുമില്ല, കാരണം ഞങ്ങൾ നന്നായിട്ട് കളിച്ചു എന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ എല്ലാവരും അടിച്ചു പൊളിച്ചിട്ടൊക്കെയാണ് പോകണം. പിന്നെ ഒന്നും കിട്ടേണ്ടി പോന്നിട്ടില്ലല്ലോ, നമുക്കൊരു ബെസ്റ്റ് പെർഫോമറും കൂടി ഇല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയും. എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. വീഡിയോസ് ഒക്കെ ഇനി വരൂട്ടോ. ബൈ ഫ്രം ഞാൻ തന്നെ.